ഹലോ, നിങ്ങൾ എന്റെ മുന്നത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. വ്ളോഗില് ഏട്ടനും അജും ഗായൊക്കെ ട്രിപ്പ് പോയി. അപ്പം ഇന്നലെ കണ്ടില്ലേ, എല്ലാരും ഉണ്ടായിരുന്നു വീട്ടിൽ. അവര് വരെ ഇന്നലെ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസമായിട്ട് ഹാദില് വീട്ടിലുണ്ട്. പിന്നെ ഇന്നലെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല, അവരെല്ലാരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാ, ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിലൊരു ബഹളവും എല്ലാരും കൂടി ഉള്ള ഒരു ഇതായിരുന്നു ഇവിടെ. അപ്പം എല്ലാരും പോയി. ഇപ്പൊ ഞാനും അമ്മയും മാത്രമായി ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളൊന്ന് വൃത്തിയാക്കണം. മൊത്തത്തിൽ വീട് മൊത്തം താഴെയും മുകളിലും ആ റൂം വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കാൻ പോവാണ്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ മാറാലൊക്കെ അപ്പുറത്തെ റൂമിലും ഹാളിലും താഴെയും മൊത്തത്തിൽ ഞാൻ തട്ടി. അമ്മ താഴെ വാക്യൂം ചെയ്യുന്നുണ്ട്, മറ്റേ മാറ്റ്. അപ്പൊ ഞാൻ അമ്മയും കൂടി ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും. ഇപ്പൊ മുകളിൽ മൊത്തം ഞാൻ ചെയ്യണമെങ്കിൽ അമ്മ താഴെ ചെയ്യും. അങ്ങനെയാണ് ഇപ്പത്തെ പ്ലാന്. അപ്പം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഇപ്പം ഞാൻ മൊത്തത്തിൽ ഇപ്പൊ എന്താ റൂമിന്റെ അവസ്ഥ ക്യാമറ വൈഡ് ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. കുറെ കാലമായി ഇപ്പം ഇതേപോലെ തന്നെ കട്ടിലും ഈ സോഫയൊക്കെ ഇരിക്കുന്നത്. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ടായിരുന്നു. ഇപ്പൊ കുറെ കാലമായിട്ട് മാറ്റുന്നില്ല. എന്താ വെച്ചാല് ഈ സ്പേസ് എപ്പോഴും വേണം. എല്ലാരും അധികം വന്ന് സ്പെൻഡ് ചെയ്യുന്ന റൂം ഇതാണ്. അപ്പം ഒന്ന് പെരുമാറാനുള്ള സ്ഥലം നമുക്ക് വേണം. പിന്നെ പിന്നെന്താ പറയാ, മൈക്ക് നോക്കിയതാ. പിന്നെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പേസിലാണ് വർക്ക്ഔട്ട് ചെയ്യുക എപ്പോഴും. അപ്പൊ മിറർ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് അതാണ് കുറച്ചുകൂടെ ഇത്. അപ്പൊ അതും കൂടി വിചാരിച്ചിട്ട് തീരെ ഞാൻ മാറ്റാണ്ടായത്. പക്ഷെ എനിക്കൊരു മടുപ്പായി. അപ്പൊ എങ്ങനെങ്കിലും ഒന്ന് മാറ്റണം എന്ന് ഇങ്ങനെ വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് മാറ്റി നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. എല്ലാരും ഇത്ര ദിവസം എല്ലാവരും ഉണ്ടായിട്ട് പെട്ടെന്ന് എല്ലാവരും പോയപ്പം എന്തോ ഒരു ഫീലിങ്സ്. ഒന്നാമത് ട്രിപ്പ് പോകാൻ പറ്റാത്തതിലുള്ളൊരു വിഷമമുണ്ട്. അമ്മ ഒറ്റയ്ക്ക, അച്ഛൻ ബാംഗ്ലൂരിലേക്ക് ജോലി മാറി. അപ്പൊ അമ്മ ഒറ്റയ്ക്ക അവിടെ. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നാൽ വീട്ടിൽ ആരെങ്കിലും വേണ്ടേ. അപ്പം എന്നെ ഇവിടെ ആക്കിയിട്ടാണ് ഏട്ടൻ പോയത്. പിന്നെ എന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടും ഞാൻ പോയിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ഏട്ടൻ തിരിച്ചൊക്കെ വന്ന് കാശൊക്കെ സെറ്റ് ആവും അപ്പത്തേക്കും. എന്നിട്ട് നമുക്ക് ട്രിപ്പൊക്കെ പോവാം എന്തായാലും. ചെറിയൊരു വിഷമമുണ്ട്. ചെറുതല്ല, വലിയ വിഷമം തന്നെ ഉണ്ട്. എന്നാലും സാരമില്ല, നമുക്ക് പോവാൻ എന്തായാലും. അപ്പൊ നമുക്ക് വൃത്തിയാക്കൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനപ്പം മൊത്തത്തിൽ വൃത്തിയാക്കുന്നത് കാണിക്കുന്നില്ല, ഈ റൂം മാത്രം വൃത്തിയാക്കുന്നത് കാണിക്കുന്നുള്ളൂ. മറ്റെനിക്ക് എല്ലാം കൂടി പെട്ടെന്ന് പണി തീർക്കാൻ പറ്റില്ല. എല്ലാം കൂടി ക്യാമറ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കുക എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ റൂം മാത്രം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. തുടങ്ങിയല്ലേ, ബാ. ഇതാണ് ഇപ്പം റൂമിന്റെ അവസ്ഥ. ബെഡ്ഷീറ്റ് ഞാൻ കുറേ ദിവസമായി വിരിച്ചിട്ട്. അപ്പൊ ഞാൻ ഇന്നെന്തായാലും മാറ്റണം. നോർമലി ഞാൻ പീരിയഡ്സ് ആവുന്ന സമയത്ത്, പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ബെഡ്ഷീറ്റ് മാറ്റുക. പക്ഷെ എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് എന്തായാലും മാറ്റണം. അത് എത്ര ദിവസം പൊതച്ച പുതപ്പാണ്, അത് അലക്കാടണം. ഇത് ഗായ ഇന്നലെ വന്നപ്പോൾ പൊതച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ദിവസമല്ലേ അവള് പൊതച്ചുള്ളൂ, അത് ഞാൻ ഇനി യൂസ് ചെയ്യാം, ബാക്കിയെല്ലാം നമുക്ക് അലക്കാടാം. അപ്പൊ ഇതാണ് ഇപ്പത്തെ അവസ്ഥ. ആ ഫാനിലൊക്കെ നിറയെ പൊടിയുണ്ട്. കണ്ടോ, നമ്മുടെ കാണണ്ടാവില്ല. അപ്പൊ അതൊക്കെ തട്ടണം. വരിക. മൊത്തം അറേഞ്ച്മെന്റ്സ് ഒന്ന്, കട്ടിലൊക്കെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ മാറ്റി, സോഫയൊക്കെ എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് മൊത്തത്തിൽ എനിക്ക് കാണാൻ വേറെ പോലെ ഇരിക്കണം. അതാണ് പ്ലാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. നമുക്ക് ആദ്യം ഈ മാറാലൊക്കെ തട്ടി തുടങ്ങാം, എന്നിട്ട് ഫാന് തട്ടാം.
നമുക്ക് ഫാന് തുടയ്ക്കാം. അപ്പൊ കട്ടില് കുറച്ച് നീക്കി കൊടുത്താൽ നമുക്ക് അതിന്റെ മുകളിൽ കയറിയിട്ട് തുടയ്ക്കാലോ. ഇതിലും നിറയെ പൊടിയാട്ടോ. അപ്പൊ ഇത് മൊത്തം ഒന്ന് തട്ടിയെടുക്കാം. ഇതൊക്കെ എന്റെ മേക്കപ്പിന്റെ സാധനങ്ങളാണ്. താഴെ ഇതേപോലെ കുറച്ച് ബുക്സും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പൊടി പിടിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഇതും തട്ടി കൊടുക്കാം. നമുക്ക് ഈ കോർണർ ഒന്ന് സെറ്റ് ചെയ്യാം.
നമ്മളെ എല്ലാ പണിയും കഴിഞ്ഞു. ഞാനിതാ ഒരു ചന്ദനത്തിരി കത്തിക്കാം. ഇത് നല്ല മണമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ആദില് അവന്റെ ഫ്രണ്ടിന്റെ കൂടെ ഫോർട്ട് കൊച്ചി ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ബ്രോഡ്വേ ഒക്കെ. അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ അവൻ ഇന്ന് രാവിലെ പോയി, ഏർലി മോർണിംഗ് പോയി. പോകുന്ന സമയത്ത് ടേബിളിൽ വെച്ചിട്ട് പോയത്, അമ്മയ്ക്ക് കൊടുത്തായിരുന്നു. അപ്പൊ താഴെ അമ്മ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല മണം. ഞാൻ പറഞ്ഞു ഏതാ അതാണെങ്കിൽ എനിക്ക് താന്ന് പറഞ്ഞു. നല്ല മണമുണ്ട് ഇത്. മണം എല്ലാ മൂലയിലെത്തട്ടെ. അപ്പൊ നമ്മളെല്ലാ പണിയും, ഇന്നത്തെ എല്ലാ പണിയും കഴിഞ്ഞു. സമയത 5:30 നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോ തുടങ്ങിയതാ. ഇത്ര സമയം എടുത്തു എന്താന്ന് വെച്ചാല് ഈ റൂം മാത്രല്ല, വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയും ചെയ്തിട്ടുണ്ട്, ഞാനും അമ്മയും കൂടെ ചെയ്തത്. എന്നാലും നമ്മൾ കുറച്ച് ഡീപ്പ് ക്ലീനിങ് പരിപാടി ആയതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. അങ്ങനെ റൂമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നത് അതാണ് ആക്ച്വലി സ്പേസ് എല്ലാം ഉള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ കണ്ടും മടുത്ത്, അതുകൊണ്ട് ഞാൻ മാറ്റിയത്. ഇപ്പോഴും കുറച്ച് സ്പേസ് ഉണ്ട്, പക്ഷെ മിററിന് ഫ്രണ്ടിലേക്ക് നമുക്കത് കിട്ടൂല. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സ്പേസ് നമുക്ക് ഉണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാണിച്ചത്. പിന്നെ ഈ സോഫ കണ്ടില്ലേ, ഇവിടെ ഞാൻ കുറച്ച് പണിപ്പെട്ടു. എന്താ വെച്ചാല് നമ്മളെ പ്ലഗ് പോയിന്റ് ഇതിന്റെ ബാക്കിലുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അത് അവിടെ ആയതുകൊണ്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും ലാപ്പ് ചാർജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ഞാനൊരു എക്സ്റ്റൻഷൻ തപ്പിപ്പിടിച്ച് കണ്ടു, തപ്പിപ്പിടിച്ചെടുത്തു. അപ്പൊ അതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. ഇങ്ങനെയുണ്ട്. റൂമൊക്കെ ചെയ്തിട്ട് നീറ്റായില്ലേ. ഞാനൊരു ഓറഞ്ച് കളർ ഇട്ടു. ഓൾറെഡി റൂമിൽ കുറെ ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് എന്താ പറയാ, ആ ഒരു ഗ്രീൻ കളർ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഞാൻ കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഓറഞ്ച് കളർ മാറ്റ് ഇട്ടത്. അതേപോലെ ഞാൻ ആ ടേബിളിൽ ഇതാട്ടോ വിരിച്ചത്, എന്താ ഷോളാ വിരിച്ചിട്ടുള്ളത്. അത് ഞാൻ യൂസ് ചെയ്യുന്ന ഷോളല്ല, അതിനും ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ഏർത്തി കളറാണ് അതിന്റെ ബോഡി വരുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു കോർണറും സെറ്റ് ചെയ്തു. ഞാൻ ഈ കോർണർ അങ്ങനെ സെറ്റ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. ഇതും ഞാൻ അങ്ങ് സെറ്റ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കോർണറും കാരണം നന്നായിട്ടില്ലേ. അങ്ങനെ. അപ്പൊ അത്രേ ഉള്ളൂ. ലൈറ്റ് എവിടെയാ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇനി കുറച്ച് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഹോം വ്ളോഗ് തന്നെ ആയിരിക്കും. ബിക്കോസ് ഏട്ടൻ ട്രാവൽ ചെയ്യാണ്, അച്ഛൻ ഇവിടെ ഇല്ല, പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എവിടെയും പോകലുണ്ടാവില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. ഏട്ടൻ എന്തായാലും ഒരു 2-3 വീക്സ് എടുക്കും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും അമ്മയും കൂടിയുള്ള എന്തെങ്കിലും പരിപാടികളായിരിക്കും ഇനിയുള്ള വ്ളോഗിൽ ഉണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ. പിന്നെ നിങ്ങള് എന്റെ വീഡിയോസ്, ഞാനാണെങ്കിലും ഇപ്പൊ യൂട്യൂബിൽ ആരെങ്കിലും വീഡിയോസ് കാണുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ട ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടുപോകും, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകും. അപ്പം ഞാനും അങ്ങനെ പറയാറേ ഇല്ല. അപ്പൊ അവര് ലാസ്റ്റ് വീഡിയോയിൽ എപ്പോഴെങ്കിലും പറയുമ്പോൾ അയ്യോ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറ്. അതേപോലെ നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വേറെന്താ? വേറൊന്നുമില്ല. ശരി, ഓക്കെ, ടാറ്റാ.